ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾ അറിയാം, അനുഭവിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തുവിൽ പ്രിയരെ, ആണ്ടുവട്ടം 5-ാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ദൈവത്തിൻ്റെ മഹത്തായ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രഘോഷണമാണ് നാം കാണുന്നത്. 1-ാം വായനയിൽ ദൈവം തൻ്റെ മഹത്വം സൃഷ്ട വസ്തുക്കളിൽ പ്രകടമാക്കുന്നത് നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ആദ്യത്തെ 4 ദിവസത്തെ സൃഷ്ടി വിവരമാണ് നമ്മുടെ ധ്യാന വിഷയമാകുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കും: ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ആരംഭവും അടിസ്ഥാനവും പ്രപഞ്ച സൃഷ്ടിയാണ്. അത് ദൈവ സ്നേഹത്തിൻ്റെ പ്രകടഭാവവുമാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ തന്നെ സമീപിക്കുന്നവർക്ക് സൗഖ്യം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രകടമാക്കുന്നു. ഗനേസറത്ത് പ്രദേശത്ത് വെച്ചാണ് യേശുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കുന്നത്. തിബേരിയാസിനും കഫർനാമിനും ഇടയ്ക്കുള്ള ഈ പ്രദേശത്ത് വെച്ചാണ് യേശുനാഥൻ അനേകർക്ക് സൗഖ്യം നൽകുന്നതായി നാം വായിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തിക വിനിമയത്തിൻ്റെയും ഒക്കെ ഇടമായ ഗനേസറത്തിൽ വെച്ച് യേശുനാഥൻ തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ സൃഷ്ടികളിലുള്ള ആനന്ദം പങ്കുവെക്കുന്നു. അതുവരെ നടന്ന യേശുവിൻ്റെ എല്ലാ അത്ഭുത പ്രവൃത്തികളുടെയും സംഗ്രഹമായിട്ടാണ് മർക്കോസ് സുവിശേഷകൻ ഈ തിരുവചന ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച തിരുവചന ഭാഗങ്ങളിലുണ്ടായിരുന്ന ചില വാക്കുകൾ ഈ സുവിശേഷ ഭാഗത്തും ആവർത്തിക്കപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ സ്പർശം, ആവശ്യക്കാരുടെ അപേക്ഷ തുടങ്ങിയവയൊക്കെയാണ് അത്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമുക്ക് നൽകുന്ന ചിന്തകൾ ഇവയാണ്. ഒന്നാമതായി, യേശുനാഥൻ തന്നെ സമീപിച്ചവർക്കെല്ലാം സൗഖ്യവും ആശ്വാസവും നൽകുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മാവായ ഹൃദയത്തിൽ നിറഞ്ഞ കരുണയാണ് യേശുവിനെ ഇതിന് സഹായിച്ചത്. നമ്മുടെ ഹൃദയങ്ങളിലും ക്രിസ്തുവിൻ്റെ കരുണ കൊണ്ട് നിറയ്ക്കാം. രണ്ടാമതായി, യേശുനാഥൻ വിശ്രമത്തിനായിരുന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ അനേകർ സൗഖ്യത്തിനായി സമീപിക്കുന്നത്. അവിടെ യേശുനാഥൻ പ്രാർത്ഥനയിൽ നിന്ന് പ്രവർത്തനത്തിലേക്കും പ്രവർത്തനത്തിൽ നിന്ന് പ്രാർത്ഥനയിലേക്കും തൻ്റെ ശുശ്രൂഷയെ വ്യാപിപ്പിക്കുന്നത് നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ ഈ മാതൃക പിന്തുടരുവാൻ പരിശ്രമിക്കാം. പ്രപഞ്ച സൃഷ്ടിയിലൂടെ തൻ്റെ സ്നേഹം പ്രകടമാക്കിയ ദൈവം, ആവശ്യക്കാർക്ക് കരുണയായി രൂപാന്തരപ്പെട്ട ദൈവം നമ്മുടെ ജീവിതത്തെയും സ്പർശിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.